ചികിത്സയ്ക്ക് വേണ്ടിയാ ഞാനിവിടെ തങ്ങിയത്. എന്നെക്കൊണ്ടാകാവുന്ന എല്ലാം ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്തു. പക്ഷെ അതിനൊടുവിൽ സംഭവിച്ച നീ കണ്ടല്ലോ. ഏട്ടത്തിയുടെ കണ്ണിൽ ഞാനിപ്പോ കുറ്റവാളിയാ. വയ്യാതിരിക്കുന്ന ഏട്ടനെ പുറത്തു എന്താ സൂര്യ? കയ്യിനൊരു വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. സാരമില്ല, നോക്കാം. വീഴ്ചയിൽ ചെറുതായി എന്തെങ്കിലും പറ്റിയതായിരിക്കാം. അല്ല, സ്വയം താല്പര്യം തോന്നി വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കാനോ മറ്റോ ശ്രമിച്ചതാണോ? പെട്ടെന്ന് എന്താ സംഭവിച്ചെന്നറിയില്ല. വീൽ ചെയർ ബാലൻസ് തെറ്റി താഴേക്ക് വീഴായിരുന്നു. പിള്ളേര് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചു നേരം തനിച്ചിരിക്കണമെന്ന് സൂര്യ പറഞ്ഞുകൊണ്ട് അവരപ്പുറത്തേക്ക് പോയി. അപ്പോഴാ ഇത് സംഭവിച്ചത്. അതിനിങ്ങനെ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. തിരുമേനി, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഉള്ളവരോട് പറയണ്ട. രോഗിയുടെ അവസ്ഥ നോക്കാതെയുള്ള ആവേശമാ എല്ലാവർക്കും. എന്നിട്ട് എന്തിനാ? എന്തെങ്കിലും ദുരന്തം സംഭവിക്കാനാണോ? തിരുമേനി, ബീച്ചിൽ വെച്ച് ഏട്ടൻ കാലം നനക്കി. ഓ, അതൊരു നിസ്സാര ലക്ഷണമല്ലല്ലോ. അതെങ്ങനെയാ സംഭവിച്ചത്? നമ്മുടെ രാധിക ഉണ്ടല്ലോ, ഏട്ടനെ പരിചരിക്കുന്ന ആ കുട്ടിയെ കണ്ടില്ലല്ലോ എന്ന് പറയുകയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ വന്നാലുടൻ എന്താ പറയുകയെന്ന് കാതും കൂർപ്പിച്ച് നിൽക്കുന്നുണ്ടാവുമല്ലോ. അയാളൊരു വ്രതത്തിലാണ്, ഏട്ടന് വേണ്ടി തന്നെ. പൂജാമുറിയിലുണ്ട്, കുളിക്കണോ? പറഞ്ഞിരുന്നാ മതി. അയാള് നന്നായിട്ട് പാടും. ഏട്ടൻ അയാളുടെ പാട്ടൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞപ്പോ ബീച്ചിൽ വെച്ച് രാധിക പാടി. അത് കേട്ടപ്പോ താളം പിടിക്കുന്ന പോലെ ഏട്ടൻ കാലനക്കി. ഒരേ ഒരു തവണ. വറ്റി വരണ്ടു കിടക്കുന്ന ആകാശത്ത് നിന്നും ഒരു തുള്ളി വെള്ളം താഴേക്ക് പതിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല, ശുഭലക്ഷണമാ. ഓ, ഇനിയിപ്പോ നിത്യേന ഇവിടെ പാട്ട് കച്ചേരി നടത്തേണ്ടി വരുമോ? മറ്റൊന്നും വിചാരിക്കില്ലെങ്കിൽ കുട്ടി ഒരു കാര്യം മനസ്സിലായിക്കൊള്ളും. ദുർമുഖം, ദുർവാക്ക്, ദുഷ്ടചിന്ത, ഒരു രോഗിയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യങ്ങളാ ഇതൊക്കെ. 10-15 കൊല്ലം ഒരാൾ ചിലപ്പോ ഒരു മരുന്നുമില്ലാതെ രോഗത്തെ അതിജീവിച്ചെന്ന് വന്നേക്കാം. പക്ഷെ ഇത് മൂന്നുമല്ലാതെ സുഖമുള്ളവരെ പോലും അസുഖക്കാരാക്കാവുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല, പറഞ്ഞെന്നേയുള്ളൂ. വൈദ്യരെ ക്ഷമിക്കണം. കൽപ്പനയുടെ പെരുമാറ്റം ഇങ്ങനെ. ആരോടെ എന്താ പറയണ്ടെന്ന് ഒരു നിശ്ചയമില്ല. കുഴപ്പമില്ല. എത്രയോ വീടുകളിൽ ഞാൻ ചികിത്സയ്ക്ക് പോകാറുണ്ട്. അവിടെ നിൽക്കുന്നവരുടെ കണ്ണുകളിൽ നിന്നും അവരുടെ നന്മയും തിന്മയും ഒക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. നന്നായിട്ടുണ്ടായിരുന്നു. കാണാൻ തീരുമാനിച്ച എല്ലാരെയും കണ്ടു. പക്ഷെ എന്നിട്ടെന്താ ഒരു നിരാശ മുഖത്ത്? അത് 2ാം സ്ഥാനക്കാരന്റെ നിരാശ. ഒരുപാട് ബിസിനസ് ഓഫറുകളുണ്ട്. കണിമംഗലം പരമേശ്വരന്റെ കമ്പനിയോട് ബിസിനസ് ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. പക്ഷേ കണിമംഗലം ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ ആരും അത്ര താല്പര്യം കാണിച്ചില്ല. കൂട്ടത്തിൽ 2-3 പേർ അച്ഛനേക്കാൾ കേമനായ മകനാണല്ലോ കണിമംഗലത്തെ കമ്പനികളെ നയിക്കാൻ വരുന്നതെന്ന് പറഞ്ഞു. വരുണിനെ കുറിച്ച് കേട്ടു നിൽക്കാനല്ലേ പറ്റൂ, മറ്റെന്ത് ചെയ്യാനാ? തൽക്കാലം കേട്ടു നിൽക്കാനേ പറ്റൂ. കണിമംഗലം ചന്ദ്രശേഖരനെ കുറിച്ച് വാനോളം പുകഴ്ത്തിപ്പാടുന്നത് കേൾക്കാനും എനിക്കിഷ്ടമാണ്. ഹായ്, നന്നായിട്ടുണ്ട്.
തിരക്കിനിടയിലും എന്റെ കാര്യങ്ങൾ മറന്നില്ലല്ലേ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് തിരക്കുകൾ കൂടാൻ തുടങ്ങുക. അച്ഛാ, ആ അച്ഛൻ കറക്റ്റ് സമയം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ എയർപോർട്ടിൽ കൂട്ടാൻ. എന്റെ കൂടെ മഹാറാണി കേറ്ററിംഗിന്റെ ജോയി ഉണ്ടായിരുന്നു. ഓ, അതുകൊണ്ടാ നിന്നെ വിളിക്കാൻ. എവിടെ കൊള്ളാല്ലേ? ദാ, അയ്യോ, താങ്ക്സ് അച്ഛാ. ഗൗതം, ദുബായിലും അബുദാബിയിലും ഒക്കെ ആയി കുറെ ബിഗ് ഷോട്ട്സിനെ ഞാൻ പരിചയപ്പെട്ടു വെച്ചിട്ടുണ്ട്. കുറച്ചുനാള് കഴിയുമ്പോ നമുക്ക് ഉപകരിക്കുന്നവരാണ്. അല്ല അച്ഛാ, ഒരു പാരലൽ ബിസിനസിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞിരുന്നില്ലേ? അതെന്തായി? അതിന്റെ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ, കണിമംഗലം പരമേശ്വരനെ അവഗണിച്ചുകൊണ്ട് ഒരു ബിസിനസ് ചെയ്യാൻ ഒരൊറ്റ എണ്ണം തയ്യാറല്ല. ഏട്ടൻ മാത്രമല്ല, വരുണാണ് ഇപ്പൊ പ്രധാന പ്രശ്നം. ഇത് കൊള്ളാലോ അച്ഛാ. ഞാൻ ഇത്തരത്തിലൊന്ന് വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചേ ഉള്ളൂ. ഇത് നിനക്കുള്ളതല്ല, പിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഞാനിതൊക്കെ കൊണ്ടുപോയി നശിപ്പിക്കുന്നതാണ് അച്ഛൻ കരുതിയിരിക്കുന്നത്. നീ കൊണ്ടുപോയി നശിപ്പിക്കുന്നതിന്റെ കണക്കൊന്നും ഞാൻ അന്വേഷിക്കാറില്ലല്ലോ. ഇനി അന്വേഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. കണിമംഗലത്തിന് നാശം സംഭവിച്ചാലും വരുണിന്റെ വളർച്ച ഇനി സഹിക്കാൻ പറ്റില്ല. നാളെ നേരം വെളുക്കുമ്പോ